റോഡാണോ കുഴിയാണോ എന്നുപോലും തിരിച്ചറിയാതെ താനൂരിലെ സ്കൂൾ പടി കുന്നുംപുറം റോഡിന്റെ ദുരവസ്ഥ. മഴയൊന്നു പെയ്താൽ പിന്നെ റോഡുമില്ല, കുഴിയുമില്ല, തോട് പോലെ കിടക്കും ഈ പാത. റോഡ് നന്നാക്കാൻ മന്ത്രി അനുവദിച്ച 10 ലക്ഷം രൂപ എവിടെയാണെന്നും ആർക്കും അറിയില്ല. നഗരസഭാ അധ്യക്ഷനടക്കം സ്ഥിരമായി യാത്ര ചെയ്യുന്ന റോഡാണിതെന്നാണ് മറ്റൊരു വസ്തുത. ചെയർമാൻ്റെ അന്നത്തെ ആ വാക്കിൻ്റെ പേരിലാണ് ഞങ്ങൾ അന്ന് ആ 10 ലക്ഷത്തിൻ്റെ ഒരു പണി ചെയ്യിപ്പിച്ചത്. മന്ത്രി അനുവദിച്ച 10 ലക്ഷം എവിടെ? ഇത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനിട്ടൊന്നുമല്ല. എന്ന് തീരും ഈ ദുരിതം? താനൂർ സ്കൂൾ പടി കുന്നുംപുറം റോഡിന്റെ അവസ്ഥ കണ്ടാൽ ആരും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇവിടെ റോഡുണ്ടോ എന്നാകും. അത്രത്തോളം മോശം അവസ്ഥയിലാണ് താനൂർ നഗരസഭയിലെ സുപ്രധാന റോഡുകളിലൊന്നായ ഈ റോഡുള്ളത്. കുത്തനെയുള്ള കയറ്റം കയറിയെത്തുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലേക്കാണ്. നഗരസഭാ അധ്യക്ഷൻ, വിദ്യാർത്ഥികൾ, രോഗികൾ അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് ആശ്രയമായ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. തെയ്യാല മേൽപ്പാല പ്രവൃത്തിക്കായി റോഡ് അടച്ചതിനാൽ താനൂരിൽ നിന്ന് ചെമ്മാട് പോലുള്ള ടൗണുകളിലേക്കുള്ള യാത്രക്കാർ ആശ്രയിക്കുന്നതും ഈ റോഡിനെ തന്നെ. പരാതികൾ പലതായതോടെ സ്ഥലം MLA കൂടിയായ മന്ത്രി അബ്ദുറഹിമാൻ റോഡ് നവീകരണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആ പണം എവിടെ പോയെന്ന് പോലും ആർക്കും അറിയില്ല. 1.5 കിലോമീറ്ററോളം നീളത്തിൽ തകർന്ന റോഡിന്റെ കുറച്ചു ഭാഗം മാത്രം നവീകരിച്ചതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഇപ്പോഴും തദൈവ. ഈ നാട്ടിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റോഡാണിത്. വളരെ മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ എത്ര ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി നടക്കാനും കൂടി വയ്യാത്തൊരവസ്ഥയാണ്. വളരെ മോശപ്പെട്ട സ്ഥലമാണ്. എത്ര പോരെ ആൾക്കാർ ഇതിൽ കൂടി യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനിട്ടൊന്നുമല്ല. നമ്മൾ കാലാകാലങ്ങളായി നാട്ടുകാരായാലും ഡ്രൈവർമാരായാലും പൊതുജനങ്ങളായാലും ഒക്കെ ഇതൊക്കെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വരെ അതിനൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല, ഈ വാർഡ് കൗൺസിലർമാർക്ക് കഴിഞ്ഞിട്ടില്ല. വാർഡ് കൗൺസിലർമാർ അവിടെ പറയുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇന്നും ഇത് മരീചികയായി നീങ്ങുകയാണ്. ഇതിന് ഒരറുതി വരുത്തിയിട്ടില്ലെങ്കിൽ പൊതുജനങ്ങളും അതുപോലെ തന്നെ ഡ്രൈവർമാരെല്ലാവരും കൂടി ശക്തമായ സമരപരിപാടികളിലേക്ക് പോവുകയും ഭരണാധികാരികളായിട്ടുള്ള ആളുകളെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളതാണ് നാട്ടുകാരെന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്. കൗൺസിലർ അടക്കമുള്ളവരോട് പലകുറി പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നുമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചെയർമാൻ്റെ അന്നത്തെ ആ വാക്കിൻ്റെ പേരിലാണ് ഞങ്ങൾ അന്ന് ആ 10 ലക്ഷത്തിൻ്റെ ഒരു പണി ചെയ്യിപ്പിച്ചത്. പക്ഷേ ആ പണി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പേച്ച് വർക്ക് ചെയ്യാം, മോശമായിട്ടുള്ള ഭാഗത്ത് ഞങ്ങൾ പേച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ ആയിട്ട് അവർ അത് ചെയ്തിട്ടില്ല. ഇപ്പം ഈയിടെ ഒരാഴ്ച മുന്നേ നല്ലൊരു മഴ, ഭയങ്കര ഒരു മഴ വന്ന് കംപ്ലീറ്റ് വെള്ളമായിരുന്നു ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഊട് വഴികളിൽ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ താനൂർ മുനിസിപ്പാലിറ്റി. ഊട് വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രദേശമായിട്ട് കണക്ട് റോഡാണ്. ഇതിങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ. ഇത് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഗേറ്റിൻ്റെ പ്രശ്നം, അവിടെ ഓവർബ്രിഡ്ജിൻ്റെ വർക്ക് മുതലാവാൻ പറ്റും. ഈ റോഡ് തുറന്ന് നല്ല രീതിയിലായിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർക്ക് പോകാൻ പറ്റും. സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. ബസ് സർവീസ് ഇല്ലാത്ത റോഡായതിനാൽ ആളുകൾ ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷകളെയാണ്. എന്നാൽ റോഡ് തോടായതോടെ ഇവിടേക്ക് ഓട്ടോക്കാരും വിളിച്ചാൽ വരാതെയായി. ഇങ്ങോട്ട് വന്നാൽ കിട്ടുന്ന പണം വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോലും തികയില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഓടുന്ന ഓട്ടോക്കാരാണ്. ഏകദേശം ഒരു 10-30 ഓട്ടോ ഉണ്ട്. അതിലൊരു 15 സ്ഥിരമായിട്ട് ഓടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓടുന്നത് എന്താ വെച്ചാൽ നിവൃത്തികേട് കൊണ്ടാണ് ഇവിടെ ഓടുന്നത്. ഞങ്ങളിവിടെ സർവീസ് നിർത്തി കഴിഞ്ഞാൽ ഈ കുന്നുംപുറത്തുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടും. ഒരുപാട് മെയിൻ്റനൻസ്, ഡാമേജും ഒക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇവിടുന്നാണ്ട് ഓടി കിട്ടുന്ന കാശ് വണ്ടിമിക്കും ഡീസൽ പമ്പിലും ചിലവാക്കാനുള്ളൂ. അപ്പം ഞങ്ങളിവിടെ സർവീസ് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കുന്നുംപുറത്തുള്ളവരാണ്. ഒരു വാർഡിന്റെയോ പ്രദേശത്തിന്റെയോ പ്രശ്നമല്ല ഇത്, മറിച്ച് നാടിന്റെ പ്രശ്നമാണ്. താനൂരിന്റെ കിഴക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയൊക്കെ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അവഗണന തുടർന്ന നഗരസഭയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറാമാൻ ജിതിൻ പി ദാസിനൊപ്പം സംഗീത സർവോത്തമൻ, കേരള വിഷൻ.